2005 തനിക്ക് US വിസ നിഷേധിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടുള്ള അവഹേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തെയും ഭാരതത്തെയുമാണ് അവഹേളിച്ചത്. വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു US നടപടി. ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു മോദിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. और मुझे याद है जब बीच में आपने मुझे सवाल पूछा था सेटबैक, मैं मुख्यमंत्री था एक डेमोक्रेटिक इलेक्टेड गवर्नमेंट का, और अमेरिकन सरकार ने मुझे वीजा देने से मना कर दिया था. व्यक्ति के जीवन में तो मेरे लिए कोई अमेरिका जाना नहीं जाना कोई बड़ी चीज थी, मैं पहले भी जा चुका था, कोई बहुत मेरे थे. लेकिन एक इलेक्टेड गवर्नमेंट और एक स्टेट का अपमान, एक देश का अपमान मैं फील करता था, और मुझे मन में कसक थी कि क्या हो रहा है. जस्ट कुछ लोगों ने झूठ चला दिया, इसलिए ये निर्णय होंगे. दुनिया में ऐसे चलती है दुनिया. मेरे मन में एक भाव था. लेकिन उस दिन मैंने प्रेस कॉन्फ्रेंस की और मैंने कहा कि आज अमेरिकन गवर्नमेंट ने मेरा वीजा रद्द किया है. जो कहना था मैंने कहा, लेकिन मैंने एक बात कही, मुझे कुछ सवाल पूछा गया. मैंने कहा देखिए, मैं अब ऐसा हिंदुस्तान देखता हूं कि दुनिया वीजा के लिए लाइन में खड़ी रहेगी. ये 2005 का मेरा स्टेटमेंट है और आज 2025 में हम पहुंच रहे हैं. मैं बोल रहा हूं तो मुझे दिखता भी है कि अब समय भारत का है. വാർത്തയുടെ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, 2005 ഉണ്ടായ തിക്തമായ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. 2005 വിസ നിഷേധിച്ചു അമേരിക്ക. ഇപ്പോൾ 20 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ വിസയ്ക്കായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. അതായത് അന്ന് രാജ്യമാണ് അപമാനിക്കപ്പെട്ടത്. ഇപ്പോൾ അതെല്ലാം ഭാരതത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്നലെ ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുത്തത്. വിവരങ്ങൾ. തീർച്ചയായും ഒരു ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളിൽ വളരെ കൃത്യമായ നിലപാടുകൾ തന്നെയായിരുന്നു അദ്ദേഹം സരോദയുടെ പോഡ്കാസ്റ്റിൽ വളരെ കൃത്യമായ മറുപടികളിലൂടെ വ്യക്തമാക്കിയത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ 2005 ഈ വിസ നിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിന് വിസ നിഷേധിച്ചതോടുകൂടി വലിയൊരു വിസ നിഷേധിക്കാനൊരു കാരണമായി പല ഗോദ്ര സംഭവമൊക്കെ ചൂണ്ടിക്കാട്ടി ചില നുണപ്രചരണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിസ നിഷേധിച്ചത് എന്നീ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അതിൽ ഏറെ പ്രാധാന്യത്തോടെ അദ്ദേഹം പറയുന്നത്, നേരത്തെ ഈ വിസ നിഷേധിച്ച സാഹചര്യം ഒരു വ്യക്തിയോട് എന്ന നിലയിലല്ല, മറിച്ച് ഒരു മുഖ്യമന്ത്രിയോട്, അതായത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയോടും ആ സർക്കാരിനെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോടാണ് ഇത്തരത്തിലൊരു അവഹേളനം നടത്തിയത്. അത് രാഷ്ട്രത്തോടും അതുപോലെ തന്നെ ജനാധിപത്യത്തോടും ആ ഒരു സംവിധാനത്തോടും നടത്തിയ അവഹേളനമാണ് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചത്. മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം പറഞ്ഞത്, വ്യക്തിപരമായി അമേരിക്കയിലേക്ക് പോകുന്നതോ വരുന്നതോ ഒരു കാര്യമുള്ള കാര്യമല്ല, എങ്കിലും ഒരു മുഖ്യമന്ത്രിയോട് അത് ചെയ്യുന്നത് തെറ്റായിപ്പോയി. ഈ തെറ്റിനെ ഒരു പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു തെറ്റ് അമേരിക്കൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയായിരുന്നു എന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, അന്ന് അതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം നടന്നപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം 2005 പറഞ്ഞത്, ഈ ഇത്തരത്തിൽ വിസ നിഷേധിക്കുന്ന അമേരിക്കയ്ക്ക് മറുപടിയായി ഈ ഭാരതത്തിന്റെ വിസയ്ക്കായി അമേരിക്കക്കാരുൾപ്പെടെ ലോകം മുഴുവൻ കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലൊരു സാഹചര്യം ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത് 2025 അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ കൃത്യമായ നിലപാടുകളാണ് ആദ്യഘട്ടത്തിൽ ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതെങ്കിൽ പിന്നീട് അദ്ദേഹം പറയുന്നത് ഭാരതത്തിന്റെ ഉയർച്ചയെക്കുറിച്ചും അത്തരത്തിലുള്ള ആ ഒരു നിഷേധത്തിന്റെ സാഹചര്യത്തിൽ നിന്നും ഉയർത്തെണീറ്റ ഭാരതത്തിന്റെ ആ ഒരു മുന്നേറ്റത്തിന്റെ കഥകളുമാണ്. തീർച്ചയായും അതൊരു സ്പിരിറ്റായി തന്നെ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തിന് പ്രേരകമായ ഒരു ഘടകമായി തന്നെ വിസ നിഷേധിക്കപ്പെട്ട സംഭവത്തെ അദ്ദേഹം എടുത്തിരിക്കുന്നു എന്നതാണ് ഈ മറുപടിയിൽ നിന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയുന്ന ഒരു കാര്യം. ശരി, ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.